ഈ മർദ്ദനമേറ്റു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവല്ലോ കോടതിക്ക് മുൻപാകെ ഈ ബെയിലിൻ ദാസ്. അപ്പോൾ അതൊക്കെയും ഈ ഉത്തരവിടുമ്പോൾ കോടതി പരിഗണിച്ചുവെന്നാണോ ഷഫീദ്? ഉന്മേഷ, അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിന്റെ പ്രൊവോക്കീവ് മാറ്റർ, ഈ സംഭവങ്ങളുടെ പ്രൊവോക്കീവ് മാറ്റർ, ഇതിന്റെ ഇന്റൻഷൻ ആസൂത്രണം നടത്തിയിട്ടാണോ അതല്ലെങ്കിൽ കരുതിക്കൂട്ടി ചെയ്തിട്ടാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിഗണിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഈ പ്രതിഭാഗം ഒരേ സമയത്ത് നിയമത്തിൽ അറിവുള്ള പ്രതി നടത്തിയ കുറ്റകൃത്യത്തെ ആ രീതിയിൽ കാണണം എന്നുള്ള കാര്യം പറയുമ്പോൾ, ഈ പ്രോസിക്യൂഷൻ പറയുമ്പോൾ പ്രതിഭാഗം പറഞ്ഞ കാര്യം, അതായത് ഇതൊരു പ്രൊവോക്കീവ് ഇൻസിഡൻ്റ് ആണ്, പെട്ടെന്നുണ്ടായ ദേശത്തിൽ സംഭവിച്ച കാര്യമാണ്. മാത്രവുമല്ല, ഇതിലെ സാക്ഷിമൊഴികളടക്കമുള്ള കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയില്ല. കാരണം ഈ സംഭവം ഇതിനോടകം തന്നെ വലിയ ചർച്ചയായി, സമൂഹത്തിലടക്കം ചർച്ചയായ വിഷയമാണ്. മാത്രവുമല്ല, ഇനിയും ഒരൊറ്റ കണ്ടീഷനിൽ, അതായത് ഒരൊറ്റ വകുപ്പിൽ ഈ ബെയിൽ തടഞ്ഞു വെക്കുന്നത് അത് ഈ പ്രതിയോടുള്ള നീതി നിഷേധമാണ് എന്നുള്ള കാര്യം കോടതി പരിഗണിക്കണം എന്നുള്ള അവരുടെ വാദം ഒരു പക്ഷേ കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ടാകാം. അത് നമുക്ക് ആ ഉത്തരവിൻ്റെ പകർപ്പിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കിട്ടുകയുള്ളൂ. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ബെയിലിൻ ദാസ് ജയിൽ മോചിതനാകും. അദ്ദേഹം നേരത്തെയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അദ്ദേഹം ഈ മാധ്യമങ്ങൾ, അതായത് അറസ്റ്റിലായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ കോടതിക്ക് മുൻപിൽ പറഞ്ഞോളാം എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ ബെയിലിൻ ദാസിന് പ്രതികരിക്കാനുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ അപ്പോഴും ഷാമിലിയുടെ മുഖത്തേറ്റ പാടുകൾ ഇതുവരെ മാറിയിട്ടില്ല. അവർ ഇപ്പോഴും ആ ചികിത്സയിൽ തുടരുകയാണ്. ആ ക്രൂരമായ മർദ്ദനം അവർക്ക് ഏറ്റവും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ആ മർദ്ദനമേറ്റ വിഷയത്തിൽ ഇപ്പോൾ ബെയിലിൻ ദാസിന് 4 ദിവസത്തിന് ശേഷം ജാമ്യം കിട്ടിയിരിക്കുന്നു. ഉന്മേഷ്, ഷഫീദ്, നേരത്തെ ഈ കോടതി ഇടപെടൽ, പോലീസ് ഇടപെടൽ, അതിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ച നടപടികളിലൊന്നും പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല അഡ്വക്കേറ്റ് ഷാമിലി. ജാമ്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഷഫീദ്? സ്വാഭാവികമായും ഷാമിലിയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിപ്പോൾ പാറശാലയിലെ വീട്ടിൽ തുടരുകയാണ്. അവരുടെ പ്രതികരണം ഉടൻ തന്നെ കിട്ടും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് 8 ബെയിൽ കണ്ടീഷൻസ് കോടതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ബെയിൽ കണ്ടീഷൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അപ്പോഴും 8 ബെയിൽ കണ്ടീഷൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പുതുതായി വരുന്നത്. കോടതി ഉത്തരവിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാദങ്ങളിൽ കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പിൽ പ്രതിക്ക് ഇനിയും ജാമ്യം തടഞ്ഞു വെക്കണമോ എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ ചോദ്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, എന്താണ് ഇതിൻ്റെ പ്രൊവോക്കീവ് മാറ്റർ, അതായത് ആ ഓഫീസിൽ നിന്ന് നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ഇതാരാണ് പ്രൊവോക്കേഷൻ ഉണ്ടാക്കിയത്, അത് പ്രത്യേകം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം പറഞ്ഞിരുന്നു. കൂടാതെ ഒരു കാര്യം കൂടി ഇവർ പറഞ്ഞിരുന്നു, അതായത് ഈ തർക്കം ഏതെങ്കിലും തരത്തിൽ ബെയിലിൻ ദാസും ഷാമിലിയും തമ്മിലുള്ളതല്ല, പകരം 2 ജൂനിയർ അഭിഭാഷകർ തമ്മിലുള്ള തർക്കമുണ്ടാകുന്നു, അത് പ്രശ്നമാകുന്നു. ആ സമയത്ത് ബെയിലിൻ ദാസിൻ്റെ ഇടപെടൽ, അപ്പോഴുണ്ടായ പ്രൊവോക്കേഷനാണ് ആ രീതിയിലേക്ക് മാറിയത്. ഷാമിലി ഈ ബെയിലിൻ ദാസിൻ്റെ മുഖത്തടിച്ചു, മാത്രമല്ല കണ്ണടയടക്കം, വിലപിടിപ്പുള്ള കണ്ണടയടക്കം തകർത്തു എന്നൊക്കെയുള്ള വാദങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിരുന്നു. പ്രോസിക്യൂഷൻ പറഞ്ഞത് പ്രൊവോക്കീവ് മാറ്റർ എന്തും തന്നെ ആകട്ടെ, പക്ഷേ ഒരു യുവതിയെ ക്രൂരമായി തൊഴിലിടത്തിൽ ഉപദ്രവിച്ച കേസാണ്. ആ കേസിൽ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായതാണ്. കേസിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ജാമ്യം നൽകിയാൽ അത് ഈ സാക്ഷികളെ സ്വാധീനിക്കുന്നതിനപ്പുറത്തേക്ക് അത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകും. അങ്ങനെ ഒരു പരിഗണന പ്രതിക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ്റെ ആ വാദങ്ങളെ കോടതി ഒരു പക്ഷേ ഗൗരവമായി കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തൻ്റെ ഒപ്പം നിൽക്കുന്ന ബാർ അസോസിയേഷനൊക്കെ തള്ളി ഈ ഷാമിലി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒരു ഓഡിയോ സന്ദേശം അഡ്വക്കേറ്റ് ഷാമിലിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഷഫീദ്, ഇനി ഒന്നും പ്രതികരിക്കാനില്ല എന്നാണ് അഡ്വക്കേറ്റ് ഷാമിലി ഇപ്പോൾ അറിയിക്കുന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്ന് കൂടി അശ്വിൻ പാലാഴി അറിയിക്കുന്നുണ്ട്. ഈ ജാമ്യം അത് ലഭിച്ച പശ്ചാത്തലത്തിലാണ് പ്രതികരണം തേടിയത്. അപ്പോഴായിരുന്നു ഷാമിലി ഇങ്ങനെ പറഞ്ഞത്. ഇനിയൊന്നും പ്രതികരിക്കാനില്ല എന്നാണ് അഡ്വക്കേറ്റ് ഷാമിലിയുടെ ഇപ്പോഴത്തെ പ്രതികരണം. ഷഫീദ്, ഉന്മേഷ്, അത് നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്. അതായത് മിനിഞ്ഞാന്ന് നമ്മൾ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ, ജാമ്യ ഹർജിയിൽ വാദം നടക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞത് തനിക്ക് കിട്ടേണ്ട നീതി കിട്ടി, അതായത് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി തനിക്ക് കിട്ടേണ്ട നീതി കിട്ടി, ഇനി ഈ വിഷയത്തിൽ ആരെയും കുറ്റപ്പെടുത്താനോ പഴിക്കാനോ ഇല്ല,
കോടതി തീരുമാനം എന്താണെങ്കിലും താൻ അത് അംഗീകരിക്കും എന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി പറഞ്ഞിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കൂടുതൽ പ്രതികരണത്തിലേക്ക് ഈ ഘട്ടത്തിൽ അവർ കടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ ബാർ അസോസിയേഷനൊക്കെ തള്ളി അവർ കഴിഞ്ഞ ദിവസം ഇട്ട വാട്സപ്പ് സന്ദേശം നമ്മൾ കേട്ടതാണ്. അത് കഴിഞ്ഞ ദിവസമാണ് പുറത്തേക്ക് വന്നത്. അതിൽ അവർ പറഞ്ഞത് ചില മനോവിഷവും ഉണ്ടാക്കി, അതായത് ചിലരുടെ പെരുമാറ്റം മനോവിഷവും ഉണ്ടാക്കി, തന്നെക്കുറിച്ച് ചില കെട്ടുകഥകൾ ഉണ്ടാക്കി, ഇല്ലക്കഥകൾ പ്രചരിപ്പിച്ചു എന്നൊക്കെയായിരുന്നു ശ്യാമിലിയുടെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം. അപ്പോൾ അവർ ഇപ്പോൾ വീണ്ടും ഒരു നിലപാടെടുക്കുന്നവർക്ക് പ്രതികരിക്കാനില്ല എന്ന്. സ്വാഭാവികമായും ഈ ബെയിൽ എന്തൊക്കെയെന്നുള്ളത് വിശദമായ ഉത്തരവ് അത് കിട്ടുമ്പോൾ മാത്രമാണ് ആ ബെയിൽ കണ്ടീഷൻ എന്തൊക്കെയെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. വളരെ ക്രൂരമായ ഒരു സംഭവമായിരുന്നു മഞ്ചൂർ കോടതിയിൽ നടന്നത്. ആ സംഭവത്തിൽ ഇപ്പോൾ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം കിട്ടിയിരിക്കുന്നു. ബെയിലിൻ ദാസിന്റെ പ്രതികരണവും നമുക്ക് പ്രതീക്ഷിക്കാം.